ഇനി മുസ്തഫയുടെ മറ്റൊരു സുന്ദരമായിട്ടുള്ളൊരു വ്യാഖ്യാനമുണ്ട്. അതെന്താണ്? ഖുർആനിൽ സൂറത്ത് അഹ്സാബിൽ യാനിസാ അൻ നബിയ്യി എന്ന് വിളിച്ചത്, അവിടെ യാനിസാ അൻ നബിയ്യി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബിയുടെ ഭാര്യമാരെ എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നടക്കുന്ന ശിഷ്യഗണങ്ങളായിട്ടുള്ള സ്ത്രീകളെ എന്നാണ് മുസ്തഫ പറഞ്ഞത്. ഈ യാനിസാ അൻ നബി എന്നുള്ളത് ഖുർആനിൽ 2-3 സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ മുസ്തഫ അത് പറഞ്ഞു കളയോ എന്നുള്ളത് മുസ്തഫയോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഒന്ന്, യാനിസാ അൻ നബിയ്യ മയ്യത്തി മിൻകുന്ന ബി ഫാഹിഷത്തി മുബയ്യിന, സൂറത്ത് അഹ്സാബിൽ 30-ാമത്തെ ആയത്തിലാണ് പറഞ്ഞത്. പ്രവാചകൻ്റെ ഭാര്യമാരെ എന്നാണ് സാധാരണ അതിനർത്ഥം പറയാറുള്ളത് മുസ്ലിങ്ങൾ. പക്ഷേ മുസ്തഫ പറയണത് പ്രവാചകൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യഗണങ്ങളായിട്ടുള്ള പെണ്ണുങ്ങളെ മയ്യത്തി മിൻകുന്ന ബി ഫാഹിഷത്തി മുബയ്യിനത്തിൻ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും വ്യക്തമായിട്ടുള്ള ഒരു ദുർവൃത്തി ചെയ്താൽ യുദാഫു ലഹൽ അദാബു ദൈഫൈനി, അവർക്ക് ഇരട്ടി ശിക്ഷ നൽകുന്ന. അപ്പോൾ എന്തിനാണ് ബാക്കി വിശ്വാസിനികൾക്കൊന്നും ഇല്ലാത്ത വിധത്തിൽ ഇവർക്ക് ഇങ്ങനെ ശിക്ഷ നൽകണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ എന്നുള്ളവർക്ക് അവർ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഒരവസ്ഥ ഉണ്ട്. ആ അവസ്ഥ കാത്തു സൂക്ഷിക്കാൻ, ആ നിലപാട് സൂക്ഷിക്കാൻ തയ്യാറല്ലാതെ ഇവർ അധർമ്മത്തിലേക്ക് മാറുമ്പോൾ അവർക്ക് ഇരട്ടി ശിക്ഷ നൽകുമെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയും. അതല്ലാതെ നബിയുടെ ശിഷ്യഗണങ്ങൾ എന്ന അർത്ഥത്തിൽ മദീനയിലുള്ള മുസ്ലിങ്ങളായിട്ടുള്ള മോമിനുകളായിട്ടുള്ള പെണ്ണുങ്ങളൊക്കെ നബിൻ്റെ ശിഷ്യഗണങ്ങൾ തന്നെയാണ്. അതിൽ നബിയുമായിട്ട് കൂടുതൽ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുകയോ പഠിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ആളുകളുണ്ടാവും, അല്ലാത്തവരുണ്ടാവാന്നുള്ളത് മാറ്റി നിർത്തിയാൽ ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യഗണത്തിൽപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ ഇവരിലൊരു കൂട്ടരെ വിളിച്ചിട്ട് നിങ്ങൾ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി ശിക്ഷ ഉണ്ടാവുമെന്ന് പറയേണ്ട ഒരു കാര്യമില്ല. മറ്റൊന്ന് തുടർന്ന് പറയണത് എന്താണ്? യാ നിസാ അൻ നബിയ്യി ലസ്തുന്ന കാഹദിൻ മിനൻ നിസായി, മുസ്തഫൻ്റെ അർത്ഥകൽപ്പന അനുസരിച്ച് പ്രവാചകൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യഗണങ്ങളായിട്ടുള്ള പെണ്ണുങ്ങളെ നിങ്ങൾ മറ്റു പെണ്ണുങ്ങളെ മാതിരിയല്ല എന്നാവും അർത്ഥം. അതുപോലെ തന്നെ ഇതേ സൂറത്തിൽ തന്നെ 59-ാമത്തെ ആയത്തിൽ യാ നിസാ യാ അയ്യുഹൻ നബിയ്യു ഖുൽ അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ എന്ന് പറയുന്നുണ്ട്. പ്രവാചകൻ താങ്കളുടെ ഭാര്യമാരോടും താങ്കളുടെ പെൺമക്കളോടും വിശ്വാസിനികളുടെ ഭാര്യമാരോടും ഒക്കെ പറയണം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുൽ അസ്വാജിക വനിസാഇൽ മുഅ്മിനീൻ 2 സംഗതി പറയുന്നുണ്ടല്ലോ. അപ്പോൾ മുസ്തഫൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് നിസാഉൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ നബിയുടെ ശിഷ്യഗണങ്ങളല്ല എന്ന് വരും. അസ്വാജ് എന്ന് പറഞ്ഞത് ശിഷ്യ ഗണങ്ങളാണെന്നും വരും. പിന്നെ അവിടെ മുസ്തഫ പറയുന്ന വിഡ്ഢിത്തത്തിൻ്റെ ഏറ്റവും വലിയ വേറൊരു മറുപടി ബനാത്തിക എന്ന് പറയുന്നുണ്ട്. അവിടെ താങ്കളുടെ പെൺമക്കൾ. ബിന്ത് എന്ന് യഥാർത്ഥ നേരെ പറയാം. ആരോടാണ്? ആരെ സംബന്ധിച്ചാണ്? ഒരാൾക്ക് ജനിച്ച, അയാളുടെ ബീജത്തിൽ ജനിച്ച പെൺകുട്ടിയെ സംബന്ധിച്ചാണ് ബിന്ത് എന്ന് പറയാം. ഇവിടെ മുസ്തഫ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാസിമും ഫാത്തിമയും 2 മക്കളെ ഉണ്ടായിരുന്നുള്ള. ഈ അസംബന്ധം ശുദ്ധമായിട്ടുള്ള കള്ളം പറഞ്ഞിട്ടാണ് മുസ്തഫ തൻ്റെ വാദഗതികൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് വസ്തുത. അപ്പോൾ ഇവിടെയൊക്കെ മുസ്തഫ ഖുർആനിൻ്റെ ഹദീസിൻ്റെ ചരിത്രത്തിൻ്റെ ഒക്കെ അധ്യാപനങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുസ്തഫക്ക് തോന്നിയ കാര്യങ്ങൾ വിളിച്ചു പറയുന്നു എന്നുള്ളതാണ് അവസ്ഥ. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹ ജീവിതത്തെ സംബന്ധിച്ച് മുസ്തഫ പറയുന്നത് കേട്ടാൽ നബിയുടെ മാതൃക പിൻപറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഹുഭാര്യത്വം സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളും ബഹുഭാര്യത്വം സ്വീകരിക്കണം എന്നാണെന്ന് വരും. എന്നാണല്ലോ മുസ്തഫ പറയുന്നതിൻ്റെ അർത്ഥം. ഇതേ ചോദ്യം മുസ്തഫയോട് അങ്ങോട്ട് വേറല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ മരിച്ചിട്ട് 5-8 കൊല്ലക്കാലം ഭാര്യ ഇല്ലാതെ ജീവിച്ചു. അപ്പോൾ ഇതും മാതൃകയല്ലേ? അപ്പോൾ അയാളുടെ ഭാര്യ മരിച്ചാൽ പിന്നെ 8 കൊല്ലത്തോളം അയാൾ വേറെ വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് വരില്ലേ? അപ്പോൾ മാതൃക എന്ന് പറയുന്നത് ഒരു കൂട്ടർ മാത്രം അംഗീകരിക്കേണ്ട ഒരു സംഗതിയല്ലല്ലോ. മുസ്തഫൻ്റെ ഈ വാദം അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മാതൃകയാണ്. അപ്പോൾ ഭാര്യ മരിച്ചിട്ടുള്ള ആൾ പിന്നെ 8 കൊല്ലത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 കൊല്ലം ഭാര്യ ഇല്ലാതെ ജീവിച്ചല്ലോ, അങ്ങനെ ജീവിക്കേണ്ടി വരും മുസ്തഫൻ്റെ കണക്കനുസരിച്ച്. ഇതാണോ യഥാർത്ഥത്തിൽ മാതൃക എന്ന് പറയുന്നത്?
മാതൃക എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വൈവാഹിക ജീവിതം, കുടുംബജീവിതം നയിച്ചിരുന്നു. അതാണ് മാതൃക. അതിൽ പിന്നെ എത്ര വിവാഹം ചെയ്യണം, ചെയ്യാൻ പാടില്ല, അതൊക്കെ ഒന്ന് നിയമം അനുസരിച്ച് പോകേണ്ടതാണ്. രണ്ടാമത്തേത് ഏതൊരാളുടെയും സാധ്യത അനുസരിച്ചാണ് അത് ചെയ്യുക. അത് മനസ്സിലാക്കാൻ കൂട്ടാക്കാതെ, അല്ലെങ്കിൽ മനസ്സിലാക്കാതെയല്ല, അത് അംഗീകരിക്കാൻ കൂട്ടാക്കാതെയാണ് മുസ്തഫ ഇത്തരത്തിലുള്ള വായി തോന്നിയതൊക്കെ വിളിച്ചു പറയണത് എന്നതാണ് വസ്തുത. ഇനി സൂറത്ത് തഹരീമിൽ ഖുർആൻ പറഞ്ഞത് എന്താണ്? അസാ റബ്ബുഹു ഇൻ തല്ലഖകുന്ന. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് ഖുർആൻ പറഞ്ഞത് നബി നിങ്ങളെ തലാക്ക് ചൊല്ലിയാലിന്നാ. തലാക്ക് ചൊല്ലൽ ആരെയാണ്? ശിഷ്യഗണങ്ങൾ ആരെങ്കിലും തലാക്കല്ലല്ലോ. ശിഷ്യഗണങ്ങളെ തലാക്കല്ലല്ല. ശിഷ്യഗണങ്ങളിൽ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞേക്കും. ചിലപ്പോൾ ശിഷ്യഗണങ്ങൾ തന്നെ ഇയാളെ ഗുരുവിന് ഒഴിവാക്കി പോയി എന്ന് വരാം, എന്നല്ലാതെ ആരും തലാക്കല്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ വിളിച്ചിട്ട് പറയുന്നത് അസാ റബ്ബുഹു ഇൻ തല്ലഖകുന്ന. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെ തലാക്ക് ചെല്ലുകയാണെങ്കിൽ അസാ റബ്ബുഹു, അദ്ദേഹത്തിൻ്റെ നാഥൻ, അൻ യുബദ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുന്ന, നിങ്ങളെക്കാൾ ഉത്തമകളായിട്ടുള്ള ഇണകളെ, ഭാര്യമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകാൻ അള്ളാഹുവിന് കഴിയും, അള്ളാഹു നൽകിയേക്കും. അപ്പോൾ അസാ റബ്ബുഹു അൻ യുബദ്ദിലഹു അസ്വാജൻ, ഇവിടെ സൗജൻ എന്നല്ല പറഞ്ഞിട്ടുള്ളത്, അസ്വാജിനാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിലധികം വിവാഹം ചെയ്തിരുന്നു എന്നതാണ് ഖുർആൻ്റെ അധ്യാപനം. ഈ ഖുർആനിൻ്റെ അധ്യാപനത്തിന് വിരുദ്ധമായിട്ടാണ് മുസ്തഫ ഇവിടെ തനിക്ക് തൊള്ളയിൽ വന്നതൊക്കെ വിളിച്ചു പറയുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണത്തിന് ശേഷം 8 വർഷക്കാലം ഭാര്യമാരില്ലാതെ ജീവിച്ചു എന്ന് പറയുന്നു. സൂറത്ത് നൂറിൽ ഈ വ്യഭിചാര ആരോപണം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷ പറയുന്നത് തന്നെ ഏതൊരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? ബനുൽ മുസ്തലഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആ യുദ്ധത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഒറ്റപ്പെട്ടു പോയതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ആ നിയമം തന്നെ വരുന്നത്. മുനാഫിക്കുകൾ അവർക്കെതിരിൽ ആരോപിച്ച ആരോപണത്തിൻ്റെ എന്താണ് സ്വീകരിക്കേണ്ട നിയമ നടപടി എന്ന് വിവരിച്ചുകൊണ്ടാണ് ആ ഭാഗം വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ചരിത്ര വസ്തുതകൾ നിരാകരിച്ചുകൊണ്ട്, അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് മുസ്തഫ തൻ്റെ ഇത്തരത്തിലുള്ള വാദഗതികൾ മുന്നോട്ട് വെക്കണമെന്നുള്ളതാണ്. അപ്പോൾ മുസ്തഫയ്ക്ക് യഥാർത്ഥത്തിൽ ഖുർആൻ, ഹദീസ്, അല്ലെങ്കിൽ ഇസ്ലാം, നബി, അള്ളാഹു ഇതൊന്നും വലിയ പ്രശ്നമുള്ള സംഗതിയൊന്നുമല്ല. മുസ്തഫയ്ക്ക് കുറച്ച് ആളുകളുടെ കയ്യടി കിട്ടണം, അതിനു വേണ്ടി തനിക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഖുർആനിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാരീജ് അല്ലാത്തൊരു പെണ്ണിനെ അള്ളാഹു വിവാഹം ചെയ്തു കൊടുത്തെന്ന് പറയുന്നില്ലേ? സൂറത്ത് അഹ്സാബിൽ 37-ാമത്തെ ആയത്തിൽ പറയണത് എന്താ? സവ്വജിന നാം വിവാഹം ചെയ്തു തന്നു, താങ്കൾക്ക് അവളേനാ. എപ്പോൾ? എന്തിനു വേണ്ടി? ലികൈലാ യകൂന അലൽ മുഅ്മിനീന ഹറജും ഫി അസ്വാജി അദ്ഇയാഹിം ഇദാ ഖളൗ മിൻഹുന്ന വതറ. തങ്ങളുടെ ദത്തുപുത്രന്മാർ, തങ്ങളുടെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്ന, അവർ പോറ്റി വളർത്തിയ ദത്തുപുത്രന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ ഭാര്യമാരുമായിട്ട് ലൈംഗിക ബന്ധത്തിലേർപ്പെടുകയും എന്നിട്ട് അവർ ആ ഭാര്യമാരെ വിവാഹമോചനം ചെയ്യുകയും ചെയ്താൽ, സത്യവിശ്വാസികൾക്ക് ആ ദത്തുപുത്രന്മാരുടെ ഭാര്യമാരെ വിവാഹം ചെയ്യുന്നത് തെറ്റായിട്ടുള്ള സംഗതി അല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ പെണ്ണിനെ താങ്കൾക്ക് നാം വിവാഹം ചെയ്തു തന്നിട്ടുള്ളത്. അത്രയല്ല, ഫലമ്മാ ഖളാ സൈദും മിൻഹാ വതറൻ എന്നാണ്. സൈദ് അവളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ശേഷമാണ് സവ്വജിനാക്കഹ, നാം താങ്കളെ അവൾക്ക് വിവാഹം ചെയ്തതെന്നും പറയുന്നുണ്ട് ഇതേ ആയത്തിൽ. അപ്പോൾ മുസ്തഫ പറയുന്നതനുസരിച്ച് മാരിജയും ഖദീജയും ഇവരുടെ ഇടയിലാണ് സൈനബ് എന്ന് പറയുന്ന ഈ പെണ്ണ്, അള്ളാഹു തന്നെ വിവാഹം ചെയ്തു കൊടുത്ത പെണ്ണ് വരുന്നത്. അപ്പോൾ ഇവിടെ മുസ്തഫ പറയണത് സ്വീകരിക്കണമോ, ഖുർആൻ പറഞ്ഞത് സ്വീകരിക്കണോ? യഥാർത്ഥത്തിൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ മുസ്തഫ പറയുന്നത് തള്ളിക്കളയുകയും ഖുർആൻ പറഞ്ഞത് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഖുർആൻ പറഞ്ഞത് സ്വീകരിക്കുമ്പോൾ മുസ്തഫ പറയുന്നത് അബദ്ധജടിലമാണ്, അസത്യമാണ്, പൊള്ളയാണ്, ഖുർആൻ പറഞ്ഞാണ് ശരി, നാളെ അംഗീകരിക്കേണ്ടി വരും.
അപ്പോൾ ഖദീജ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജയും മാരിജയും അല്ലാതെ വേറെയും ഭാര്യമാരുണ്ടായിരുന്നു എന്ന് വരും. അതൊരു ഭാര്യയല്ല, ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അസാറബുഹിൻ തല്ലഖകുന്ന, അദ്ദേഹം നിങ്ങളെ വിവാഹമോചനം ചെയ്താൽ, കുന്ന എന്ന് അറബിയിൽ പറഞ്ഞാൽ എത്ര ആൾക്കാർ പറയാം? ഒന്നിലധികം, രണ്ടിലധികം ആളുകൾക്ക്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്തിറങ്ങുമ്പോൾ എന്തായിരുന്നാലും 3 ഭാര്യമാരെങ്കിലും ഉണ്ടെന്ന് വരും. എന്നിട്ട് പിന്നെ പറഞ്ഞത് അയ്യുബദിലഹു ഖൈറം അസുവാജൻ ഖൈറം മിൻ കുന്നാന്ന. അവിടെ അസുവാജ് പറഞ്ഞാൽ ബഹുവചനം, അതും ഇതുപോലെ തന്നെയാണ്, 2ൽ കൂടുതൽ ഭാര്യന്മാർ. അപ്പോൾ 2ൽ കൂടുതൽ ഭാര്യന്മാർ നബിക്ക് അപ്പം ഉണ്ട്. അങ്ങനെ 2ൽ കൂടുതൽ ഭാര്യമാരെ നിങ്ങളെ അല്ലാഹ് റസൂൽ തലാഖ് ഇല്ലാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കാൻ അല്ലാഹ്ക്ക് കഴിയുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ മുസ്തഫ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. മുസ്തഫക്ക് തോന്നുമ്പടി പറയാനുള്ള രോഗമാണ് മുസ്തഫയുടേത്. അത് അംഗീകരിക്കേണ്ട ഒരു ബാധ്യതയും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളമല്ല. മുസ്തഫ പറയുന്നത് കേട്ടിട്ട് കളകള പിന്നെ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും പറയാനില്ല. അവർ ബുദ്ധിയില്ലാത്ത ബുദ്ധിഹീനന്മാരായിട്ടുള്ള തനി അനുകർത്താക്കളായിട്ടുള്ള ആളുകളാണ് ചിലർ ഇസ്ലാമിനോടുള്ള വിരോധം കൊണ്ട് മുസ്തഫയെ പിന്തുണക്കുന്നവരാണ്. അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് മുസ്തഫയെ പിന്തുണക്കുന്ന ആളുകൾ എന്ന്. ചിലർ പിന്നെ പാവങ്ങളുണ്ട്, അവർക്ക് വസ്തുത അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ അത്തരം ആളുകൾ വസ്തുത എന്താണെന്ന് പഠിക്കുകയാണ് വേണ്ടത്, അല്ലാത്തവരെ നമ്മൾക്ക് വിടാം. എന്തായിരുന്നാലും മുസ്തഫ പറയുന്നത് വസ്തുത അല്ല. മുസ്തഫക്ക് അപ്പോൾ തോന്നുന്നത് മുസ്തഫ വിളിച്ചു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ.